ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ണൂരിൽ നിന്നും ഒരു മുസ്ലിം വനിത ഒരു ഹിന്ദു ചെക്കന്റെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഒരുപാട് തെറ്റായ വിവരങ്ങളാണ് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. അതുപോലെ ഇതിന്റെ കുറ്റക്കാരെന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. കാരണം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും ആ ഒരു കാര്യം. അതുപോലെ ഈ ഒളിച്ചോടി എന്ന് പറയുന്നവർ ദിയ അതുപോലെ കിരൺ ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി നോക്കാം. അതിനു മുമ്പായി ഇതിനൊക്കെ തുടക്കം ഇട്ട ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, വാട്സപ്പിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്. അത് ആദ്യം കേട്ടു നോക്കാം. അതിലാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. ഇത് കണ്ട, ഇന്നലെ രജിസ്റ്റർ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ ലോകം മൊത്തം അറിയുന്നു, നാട്ടുകാർ മൊത്തം അറിയുന്നു. കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്, ഇവിടെ മുണ്ടേരി സ്ഥലം, ഇവിടെ കണ്ണൂർ ഷെഹനായി ഡോക്ടറെ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഷെഹനായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവർ മോനാണ് ഇത്. ഇവരെങ്കിൽ 2 കല്യാണം കഴിച്ചോളൂ. ഇതെല്ലാം പോണ പോക്ക് നോക്കിയിട്ട് ഇതിന്റെ പേരും തിരിച്ചു വരും. ഇതെല്ലാം ഇപ്പൊ ഒരു മോശം കൊണ്ട് തിരിച്ചു വരും. എന്തായാലും ഇൻഷാ അല്ലാഹ് കാത്തി. ഈ ഓഡിയോയിൽ പറയുന്ന പകുതി കാര്യങ്ങൾ ശരി തന്നെയാണ്. അത് ദിയയും അതുപോലെ കിരണും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആറാടിക്കൊണ്ടിരിക്കുന്നത്. മെയിൻലി അവർ 2 കല്യാണം കഴിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ. നമുക്ക് ആദ്യം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇതിനകത്തൊരു ആള് ഒരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മൾ അതിനെ തുടർന്നിട്ട് സ്നേഹത്തിൻ്റെ നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. 2 വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം 2 വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്നേനും. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഓഡിയോയിൽ പറഞ്ഞ പകുതി കാര്യങ്ങൾ ശരിയാണ്. ബാക്കി പകുതി ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ വീഡിയോയിൽ പറഞ്ഞ വേറൊരു കാര്യം, അതായത് കിരൺ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒളിച്ചുകൂടാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അവർ ഈ പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈദ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് സമാധാനപരമായിട്ട് ഇത് നടക്കുമോ എന്നുള്ള ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞത്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് വീട്ടുകാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. കാരണം അതിനുശേഷം പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും, എനിക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ല, എനിക്ക് വേറെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ പേരിൽ വീട്ടിൽ ഇഷ്യൂസസ് ഉണ്ടാവണമെന്നല്ല, ഇഷ്യൂസസ് നടന്നിട്ടുണ്ട്. അത് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ വിഷ്വൽസ് നമുക്ക് കാണാം. അതിനു മുമ്പായി ഒരുപക്ഷെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാലും നടക്കണമെന്നില്ല. അതായത് ഈ കിരൺ എന്ന് പറഞ്ഞ വ്യക്തി വീട്ടിൽ പോയി ചോദിച്ചാൽ തന്നെ കൊടുക്കണമെന്നില്ല. കാരണം ഒന്നാമത് പ്രണയം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. അതിന്റെ പരം പ്രണയത്തിന്റെ പരം ഇന്റർകാസ്റ്റും കൂടി അയക്കഴിഞ്ഞാലുള്ള പ്രശ്നം പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇത് സമ്മതിക്കണമെന്നില്ല. എന്നിരുന്നാലും വീട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രണയം ഉണ്ട് എന്ന് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ വേറെ ഒരു കല്യാണം നടത്തുന്നതിന് പകരം ഒന്നുകിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇവരുടെ അഭിമാനവും, അതായത് ഈ കുട്ടി മറ്റൊരു മതത്തിലെ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒളിച്ചോടി പോയി കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവരുടെ ഒരു അഭിമാനവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു പ്ലാനിങ്ങുമായിട്ട് എല്ലാ വീട്ടുകാരും, ഈ വീട്ടുകാരല്ല സകലത്ര വീട്ടുകാരും ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അതായത് ഒരു പ്രണയം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ വേറെ ഒരാളുമായിട്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് സൂയിസൈഡും കാര്യങ്ങളൊക്കെ ഇതിനകം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇഷ്ടപ്പെടാത്ത കല്യാണം കഴിപ്പിച്ചതിന്റെ പേരിലുള്ള മരണവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ പെൺകുട്ടി ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നാണക്കേടേണ്ട ഒരു പ്രശ്നമുണ്ട്. പക്ഷെങ്കിൽ അത് ആ വീട്ടുകാർക്ക് മാത്രമായിരുന്നു. എന്നാൽ എൻഗേജ്മെന്റ് നടത്തിയതോടുകൂടി, അതായത് കല്യാണം ഉറപ്പിച്ചതോടുകൂടി ഈ പെൺകുട്ടി ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയല്ല ഏത് പെൺകുട്ടിയായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഏത് ചെക്കനായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അതിന്റെ കേട് ആ ഒരു ചെക്കനും, അതായത് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആ ചെക്കനും കൂടി ആവും. ഇപ്പൊ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ വ്യക്തിക്കുള്ള ഒരു ട്രോമ എന്തായിരിക്കും? അതായത് കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുള്ളത്.
അപ്പോൾ ആ ചെക്കന്റെ മാനസികാവസ്ഥയും കൂടി നമ്മളിവിടെ കണക്കിൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പാരന്റ്സിന്റെ ആണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ളത്. അതായത് അവരുടെ കാര്യത്തിലാണ് അവരത്താണ് തെറ്റുള്ളത്. കാരണം ഒരു ചെക്കനെയും കൂടി ഒരു കുഴിയിലേക്ക് ഇട്ടു. ചെക്കനും ഒരു നാണക്കേടായി. ചെക്കന് മാത്രമല്ല ആ മുഴുവൻ ഫാമിലിക്കും ഒരു നാണക്കേടായി മാറിക്കഴിഞ്ഞു ഈ കാര്യം. ആ കാര്യം ഈ ഒരു രക്ഷിതാക്കൾ, അതായത് ഈ പെണ്ണിന്റെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല. ഈ പെണ്ണിന്റെ അല്ല, ഞാൻ ജനറലി ആയിട്ടാണ് പറയുന്നത്, എല്ലാ പെൺകുട്ടികളും, അതായത് പ്രണയിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന എല്ലാ പാരന്റ്സിനോടാണ് ഞാൻ പറയുന്നത്. മറ്റേ ചെക്കന്റെ കാര്യം, അതായത് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ചെക്കന്റെ മാനസികാവസ്ഥയും കൂടി നിങ്ങൾ പരിഗണിക്കണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള കല്യാണത്തിന് പുറപ്പെടാൻ പാടുള്ളൂ. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിൽ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, വേറെ വഴിയില്ല. കാരണം ഇല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ന്യൂസസിൽ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കിരൺ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അത് കേട്ടു നോക്കാം. അപ്പൊ അന്ന് തൊട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒളിവിൽ നിൽക്കുന്ന പോലെയുള്ള റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ആരോ ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചാണ്. അതൊന്നല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാനോ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല, എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പലം ഞാൻ ജനിച്ചു വന്നത്, നമ്മളൊന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിന്റെ പേരിലൊന്നും ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ ചങ്ങായിമാർ അങ്ങനെ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാന്ന് അവർ വീട്ടിലുള്ള പരിപാടിക്കാന്ന് ഞാനും പോവും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട്, ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം, ഞങ്ങൾക്ക് 45 വയസ്സായി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവൻ 2 കല്യാണം കഴിച്ചാണ്, ഇവനിക്ക് 46 വയസ്സുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു വീഡിയോ, അത് ഈ വീഡിയോ അല്ല, ഏത് വീഡിയോ ആയിരുന്നാലും ശരി, ഏത് വിഷയമായിരുന്നാലും ശരി, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നന്നായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുക. കാരണം അവനെ കണ്ടാൽ 46 വയസ്സൊന്നും തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവൻ പറഞ്ഞു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇതാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇതിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 27 വയസ്സാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവൻക്ക് 27 വയസ്സാണ് ഉള്ളത്, അതായത് 47 വയസ്സില്ല. അത് തെറ്റായ ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ 2 കല്യാണം കഴിച്ചു എന്നുള്ളത് കാര്യം. 27 വയസ്സിനുള്ളിൽ 2 കല്യാണം അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവർ 2 കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അവൻ തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ 2 കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു കാര്യം. അവൻ പറയുന്നത് നാട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോ എന്നൊരു കാര്യം, അവർ 2 കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ അവൻ പറയുന്നുണ്ട് അവന്റെ മുസ്ലിം ഫ്രണ്ട്സ് ആണ്. അതിൽ അതൊക്കെ നമ്മൾ നോക്കേണ്ട വിഷയമല്ല. നമ്മൾ നോക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളും തെറ്റായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇവനിക്ക് 46 വയസ്സ് ഇല്ല, അതുപോലെ ഈ ഒരു 2 കല്യാണം കഴിച്ചു എന്നുള്ള ഒരു കാര്യം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 കല്യാണം കഴിച്ച ഓന്റെ പരമാണ് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുള്ള എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായ ഒരു കാര്യമാണ്. അതുപോലെ ഇനി ഇതൊന്നും കൂടി കേട്ടോ. വീട്ടിൽ ഞാൻ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നത്, ഞാൻ ഒന്നും എടുക്കാണ്ടാ വന്നത്. അത് പറഞ്ഞിന്, അത് വണ്ടിക്കില് ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട്, ഇവിടെ എന്തെല്ലോ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറെ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ള ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്നില്ല, ആരും വെളിപ്പെടുത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വേറെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ ഒളിച്ചോടുമ്പോൾ ആ പെൺകുട്ടി ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത് എന്നൊരു കാര്യം. അത് ഇവർ നിഷേധിക്കുന്നുമുണ്ട്.
അതൊന്നും എടുത്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടി പറയുന്ന വേറൊരു കാര്യമുണ്ട്, എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. താല്പര്യമില്ലാത്ത ഒരു കല്യാണത്തിന് എന്തിനാണ് നിർബന്ധിക്കുന്നത് ഈ പാരന്റ്സ്? ഒന്നാമത് ഇവർക്ക് പ്രായപൂർത്തിയായതാണ്, ആ പെൺകുട്ടിക്കും പ്രായപൂർത്തിയായതാണ്, ചെക്കൻക്കും പ്രായപൂർത്തിയായതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം? അവർക്ക് ഇഷ്ടമുള്ള കല്യാണത്തിന് തീരുമാനമാക്കി കൊടുക്കുക എന്നൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളാണ് പിന്നെ നടക്കുക, അതായത് ഒളിച്ചോടി പോവുകയും ഒക്കെയാണ് ചെയ്യുക. അതിനേക്കാളും നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാർ പറയും കൂടുതലായിട്ട് പഠിപ്പിച്ചതിന്റെ പ്രശ്നമാണ്. എന്നാൽ പഠിപ്പിച്ചവർ മാത്രമല്ല ഒളിച്ചോടുന്നത്, പഠിക്കാത്ത ആൾക്കാരും ഒളിച്ചോടി പോകുന്നുണ്ട്. എന്തിന്? കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികൾ 3 കുട്ടികളുള്ള ആളുകൾ വരെ ഒളിച്ചോടി പോയിട്ടുള്ള ന്യൂസസ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന് ഇവിടെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കൂടുതൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഒളിച്ചോടി പോകാനുള്ള ഇത് കൂടുതൽ എന്നൊരു കാര്യം. അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കുട്ടികളെ പഠിപ്പിക്കുക തന്നെ ചെയ്യണം, പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടായാൽ മാത്രമേ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ എക്കണോമി, നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ജോലി വേണം. അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കണം, അല്ലാതെ പഠിപ്പിക്കാതെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടതിനെ ഒളിച്ചുകൂടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒളിച്ചുകൂടി പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുക. ഇവിടെ പാരന്റ്സ് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും ആ കല്യാണത്തിന് നിർബന്ധിക്കുകയും വീണ്ടും അവൾ പോകുന്നതിന്റെ തലേന്ന് വീണ്ടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. അതിനുശേഷവും ഈ ഒരു കാര്യം സമ്മതിച്ചുമില്ല, ആ കല്യാണത്തിന് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിർബന്ധിച്ചിട്ട് വല്ല ആത്മഹത്യയുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആ വീട്ടുകാർക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ന്യൂസസ് മലപ്പുറത്ത് നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായിട്ടുള്ളത് എന്ന് പറയുന്നത് അത് കോമെന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു തെറ്റായ പ്രചരണം ഒരുപാട് നടക്കുന്നുണ്ട്, അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me and stay tuned for another video. Okay, thank you.